നമസ്കാരം. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകൾ. സംസ്ഥാനത്തെ ബിജെപിയുടെ ഉജ്ജ്വല വിജയത്തിന്റെ ശില്പിയെ തന്നെ മുഖ്യമന്ത്രിയാക്കാനാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. ഏക്നാഥ് ഷിൻഡെ പക്ഷ ശിവസേനയും അജിത് പവാർ പക്ഷ എൻസിപിയും ഫട്നാവിസിനെ പിന്തുണയ്ക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അംഗീകരിച്ചതായും ബിജെപി സംസ്ഥാന നേതൃത്വം സൂചിപ്പിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആള് തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ബിജെപി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ബാവൻഗുലെ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിയും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ റാവു സാഹേബ് ദാൻവെയുടെ പ്രതികരണവും ഇതാണ്. ചൊവ്വാഴ്ച നടക്കുന്ന ബിജെപി MLA-മാരുടെ യോഗത്തിൽ ഫട്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. വ്യാഴാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മഹാരാഷ്ട്രയിലെ ചരിത്ര വിജയം ആഘോഷമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം. മോദി, അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ബിജെപി കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ജന്മനാടായ സത്താറയിലേക്ക് പോയ ഏക്നാഥ് ഷിൻഡെ ഞായറാഴ്ച നഗരത്തിൽ തിരിച്ചെത്തും. തർക്കവും അരിശവുമില്ലെന്ന് പറഞ്ഞ ഷിൻഡെ ബിജെപി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്ന ആരെയും മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമെന്നും ആവർത്തിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. സർക്കാർ രൂപീകരണത്തിൽ മഹായുതി പങ്കാളികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവരികയാണ്. സഖ്യകക്ഷികളായ ശിവസേന, ബിജെപി, NCP എന്നിവയുടെ സമവായത്തിലൂടെ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളും. ഈ സർക്കാർ ജനകീയ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാർ രൂപീകരിക്കുന്നതിന് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മഹായുതി നേതാക്കൾ നേരത്തെ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. ചർച്ചകൾക്ക് ശേഷം മുംബൈയിൽ തിരിച്ചെത്തിയ ഷിൻഡെ നേതാക്കൾ പ്രതികരിക്കാതിരുന്നത് നിരവധി ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ ഏക്നാഥ് ഷിൻഡെ സത്താറയിലെ വീട്ടിലേക്ക് പോയത് അനാരോഗ്യം മൂലമെന്ന് ഷിൻഡെ വിഭാഗം നേതാവ് ഉദയ് സമന്ത് വെളിപ്പെടുത്തിയിരുന്നു. ആഭ്യന്തരമില്ലാതെ ഉപമുഖ്യമന്ത്രി ആകില്ല എന്നാണ് ഷിൻഡെയുടെ നിലപാട്. വിട്ടുകൊടുക്കാൻ BJP ഇതുവരെ തയ്യാറായിട്ടില്ല. ആഭ്യന്തരമില്ലെങ്കിൽ ഷിൻഡെയ്ക്ക് പകരം ആരാകും ഉപമുഖ്യമന്ത്രി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തിങ്കളാഴ്ച മഹായുതി നേതാക്കളുടെ യോഗത്തിൽ വ്യാഴാഴ്ച ആരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് തീരുമാനിക്കും. ഷിൻഡെയും BJPയും തമ്മിലാണ് നിലവിൽ തർക്കം. അജിത് പവാർ ധനവകുപ്പോടെ ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന. എന്തായാലും മഹാരാഷ്ട്രയിൽ മിന്നും വിജയം കരസ്ഥമാക്കിയിട്ടും ഇതുവരെയും മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയോ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ സസ്പെൻസാണ് മഹാരാഷ്ട്രയിൽ തുടരുന്നത്. അതേസമയം ഇവർക്കൊപ്പം അധികാരത്തിലെത്തിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. 4ാം തവണയാണ് ഹേമന്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാകുന്നത്. റാഞ്ചിയിലെ മുറാദാബാദ് മൈതാനിയിലായിരുന്നു 2 ദിവസങ്ങൾക്ക് മുൻപ് ചടങ്ങ് നടന്നത്. ഗവർണർ സന്തോഷ് കുമാർ ഗംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യ സഖ്യ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയ നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.